ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇങ്ങനെ പലയിടത്തായ വളകളൊക്കെ ഇങ്ങനെ കൂട്ടിയിടുന്ന നമ്മുടെ കുഞ്ഞുമക്കളുണ്ടല്ലോ, അവർക്ക് വേണ്ടി നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി കൊടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു പൗഡർ ടിന്നാണ്. അതിൻ്റെ മൂടി ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, കാരണം അവിടെ കുറച്ച് ഷേപ്പില്ലായിരുന്നു. അതിന് ശേഷം ഒരു കാർഡ്ബോർഡ് കഷ്ണം ഇങ്ങനെ കട്ട് ചെയ്തു. അത് നമ്മൾ മറ്റേ ഫ്ലെക്സ് കിക്കോ വുഡ് ഫില്ലോ വെച്ച് അതിന് മണ്ടയ്ക്കിനോ ഫിക്സ് ചെയ്ത് കൊടുത്തു. പക്ഷേ ഞാൻ ഫിക്സൊക്കെ ചെയ്തു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പണി പാളിയെന്ന് മനസ്സിലായത് കേട്ടോ. അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫിക്സ് ചെയ്തൊക്കെ വെച്ച് അതിന് ശേഷം നമ്മുടെ ജൂട്ടുണ്ടല്ലോ, അതായത് ചണം, നമ്മുടെ ഈ എന്താ പറയുക സാധനങ്ങളൊക്കെ കെട്ടാൻ കടയിൽ ഉപയോഗിക്കുന്ന അത്, ആ സാധനം നമ്മളിങ്ങനെ പെനച്ചെടുത്ത്, അതായത് നമ്മൾ തലയിൽ മുടി പിന്നാൻ ഉപയോഗിക്കും പോലെ പിന്നിയെടുത്തിട്ട് അതിന് ശേഷം ഒരു പിന്ന് ചൂടാക്കിയിട്ട് ഞാനിങ്ങനെ ഒരു നമ്മുടെ പൗഡർ ബോട്ടിലിൽ ഇങ്ങനെ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒത്തിരി ഹോള് വേണ്ട, കാരണം ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വളകൾ തമ്മിൽ തട്ടും. അപ്പം എന്തോ സംഭവം ഞാൻ പറഞ്ഞു പോയി. അപ്പം മനസ്സിലായിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ടൂത്ത് പിക്ക് പോലത്തെ വലിയ സാധനമാണ്, എന്തോ വുഡൻ സ്റ്റിക്ക് എന്നൊക്കെ പറയും. ഇതിൽ നമ്മൾ ജൂട്ട് അതുപോലെ ഗം തേച്ചിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ ഞാനൊരു 12 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് 12 ഹോളാണ് നമുക്കിതിലുള്ളത്, 3 പാർട്ടായിട്ട് 4 എണ്ണം വീതം. അതിനുശേഷം ഞാൻ പറഞ്ഞില്ല, ആ മൂടി ഭാഗം ഞാൻ ആദ്യം ഒട്ടിച്ചത് ഇളക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ, കാരണം ഞാനതിൽ കല്ലിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ സ്റ്റിക്ക് അതിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനതെല്ലാം തട്ടിക്കളഞ്ഞതിന് ശേഷം ഇത് ഇട്ടതിന് ശേഷമാണ് വീണ്ടും നമ്മുടെ എന്താ പറയുക ഇത് ഒട്ടിച്ച് കൊടുത്തത് കേട്ടോ. മണ്ടയിൽ ആ സംഭവം ഫിക്സ് ചെയ്ത് കൊടുത്തത്. അതിന് ശേഷം എല്ലായിടത്തും നമ്മൾ ആ പിന്നി വെച്ചിരുന്ന ജൂട്ട് ചുറ്റിയെടുക്കുക, നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ചുറ്റുക കേട്ടോ. ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ നന്നായി ചുറ്റി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡ്രസ്സിലൊക്കെ വെക്കുന്ന സ്റ്റോൺ ലേസ് ഉണ്ടല്ലോ, അതാണ്. അതിന് ഞാൻ കട്ട് ചെയ്ത് ഇതിലൊട്ടിച്ചു. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.